2024-25 അധ്യയന വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സെന്റ് പീറ്റേഴ്സ് കിൻഡർ ഗാർഡന്റെ ഇൻചാർജായ സിസ്റ്റർ ഷെറിൻ മേരിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിച്ചു. Good afternoon to all. സെന്റ് പീറ്റേഴ്സ് നഴ്സറി സ്കൂളിലെ 2024-2025 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അക്ഷര വെളിച്ചം പകർന്ന് അനേകം കുഞ്ഞുങ്ങളെ അറിവിന്റെ വിസ്മയ ലോകത്തിലേക്ക് കരപ്പിടിച്ചുയർത്തിയ നമ്മുടെ നഴ്സറി സ്കൂളിന്റെ 35ാമത് വാർഷികം നടത്തുന്ന ഈ സുന്ദരവേളയിൽ അധ്യക്ഷമെന്ന് അലങ്കരിക്കുന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മദർ NCCSN ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആവേ മരിയ ചർച്ച് വികാരി റവറൻഡ് ഫാദർ ഫിലിപ്പ് ജോഷി തേവർക്കുളത്തിൽ, ഈ നഴ്സറി സ്കൂളിന്റെ ലോക്കൽ മാനേജർ മിസ്റ്റർ സ്റ്റാർലൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, PTA അംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ എല്ലാമായ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് 2024-2025 അധ്യയന വർഷത്തെ റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ജോൺ കണക്കാട്ടച്ചൻ്റെയും ജോൺ മാതേക്കടച്ചൻ്റെയും ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ദൈവാനുഭവം വിജ്ഞാനമായി ഓരോ കുഞ്ഞുങ്ങളിലേക്കും പകരുവാൻ ദൈവനിയോഗത്താൽ സ്ഥാപിതമായ കലാലയമാണ് സെന്റ് പീറ്റേഴ്സ് കിൻഡർ ഗാർഡൻ. 2024-2025 അധ്യയന വർഷത്തിൽ 30-ൽ പരം കുട്ടികൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നു. അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും ഒന്നുചേർന്നുള്ള പ്രവർത്തനം ഈ അധ്യയന വർഷം വിജയകരമായി മുന്നോട്ട് നീങ്ങുന്നു. പ്രവേശനോത്സവം ജൂൺ 3-ന് പുതിയ അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചു. pre-KG, LKG, UKG ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ദേവാലയത്തിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ഫിലിപ്പ് ജോഷി തേവർക്കുളത്തിൽ പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ആദ്യ അക്ഷരങ്ങൾ പകർന്നു നൽകുകയും തുടർന്ന് ക്ലാസ്സുകളിൽ പ്രവേശിച്ച് കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകി. പാഠ്യപ്രവർത്തനങ്ങൾ കുട്ടികൾ 9:30-ന് സ്കൂളിൽ എത്തിച്ചേരുകയും തുടർന്ന് അസംബ്ലി, പ്രാർത്ഥനാ ഗാനം, പ്രതിജ്ഞ, ദേശീയ ഗാനം ഇവയ്ക്ക് ശേഷം ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നു. പഠനത്തോടൊപ്പം കുഞ്ഞുങ്ങളിലെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തുവാൻ വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റികൾ നൽകി പോകുന്നു. പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കുന്നു. ഔദ്യോഗിക യോഗങ്ങൾ സെന്റ് പീറ്റേഴ്സ് സ്കൂളിന്റെ നേട്ടങ്ങൾക്ക് നെടുംതൂണുകളായി നിൽക്കുന്ന ഒന്നാണ് PTA. ഈ അധ്യയന വർഷത്തിൽ PTA യോഗങ്ങൾ കൂടുകയും ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ഒപ്പം കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം വിലയിരുത്തുകയും ചെയ്തു. ആഘോഷ ദിനാചരണങ്ങൾ കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തിയെടുക്കുവാൻ വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഇവിടെ നടത്തിവരുന്നു. സ്വാതന്ത്ര്യദിനം രാഷ്ട്ര നേതാക്കളുള്ള പ്രതിബദ്ധത വളർത്തിയെടുക്കുവാൻ തക്കവിധം വിവിധ കലാപരിപാടികളോടെയും രാഷ്ട്ര നേതാക്കളുടെ വേഷമണിഞ്ഞും സ്വാതന്ത്ര്യദിനം ആഘോഷമനോഹരമാക്കി. ഓണം ഈ വർഷം വയനാട് ദുരന്തം മൂലം മരണമടഞ്ഞ സഹോദരങ്ങളുടെ ആദരസൂചകമായി ഓണാഘോഷം വളരെ ലളിതമായി ആഘോഷിച്ചു. അധ്യാപക ദിനം അധ്യാപക ദിനത്തിൽ കുട്ടികൾ ടീച്ചേഴ്സിനെ പൂക്കളും കാർഡുകളും സമ്മാനങ്ങൾ നൽകി വിഷ് ചെയ്ത് ഈ ദിനം മനോഹരമാക്കി. കളേഴ്സ് ഡേ വിവിധ കളർ ഡ്രസ്സുകൾ ധരിച്ച് കുട്ടികൾ വരികയും ഡ്രസ്സിന് ചേരുന്ന പൂക്കൾ കരങ്ങളിലേന്തി റാലി നടത്തുകയും ഇതിലൂടെ കളേഴ്സ് തിരിച്ചറിഞ്ഞ് കുഞ്ഞുങ്ങൾ പ്രാപ്തരാകുകയും ചെയ്തു. ശിശുദിനം നവംബർ 14 ശിശുദിനത്തിൽ കുട്ടികളെ വിഷ് ചെയ്യുകയും ചാച്ചായുടെ വേഷമണിഞ്ഞ് കൈകളിൽ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തി നെൽസിൻപാറ ജംഗ്ഷൻ വരെ റാലിയായി പോവുകയും വിവിധ കലാപരിപാടികൾ നടത്തുകയും മധുരപലഹാരങ്ങൾ നൽകി ഈ ദിനം വളരെ മനോഹരമാക്കുകയും ചെയ്തു. ആർട്സ് ആൻഡ് സ്പോർട്സ് ഡേ കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ കണ്ടെത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കലാകായിക മത്സരങ്ങൾ നടത്തുകയും വിജയികളായവർക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ക്രിസ്മസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെതുമായ ക്രിസ്മസ് ലോക്കൽ മാനേജർ മദർ സിസ്റ്റർ ലാസ്റ്റിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ആഘോഷിച്ചു. വിവിധ മത്സരങ്ങളിലും സമ്മാനങ്ങളും അന്നേ ദിവസം വിതരണം ചെയ്യുകയും തുടർന്ന് ക്രിസ്മസ് ഗാനം, പ്രസംഗം, ആശംസ എന്നിവ നടത്തുകയും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഗിഫ്റ്റുകളും കൈമാറുകയും ചെയ്തു. ഉപസംഹാരം കുഞ്ഞുങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ സാധ്യതകൾക്കും മങ്ങലേൽക്കാതെ ഭാവി മൂല്യബോധവും അച്ചടക്കവും
നാളെയുടെ വാഗ്ദാനങ്ങളുമായ കരുത്തുറ്റ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനവും സിസ്റ്റേഴ്സും അധ്യാപകരും അക്ഷീണം പരിശ്രമിക്കുന്നു. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുഞ്ഞും ഈ നാടിനും സമൂഹത്തിനും അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും ഏവരെയും നല്ലവനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ റീത്തയുടെ സമശനത്തിന് ഫലമേൽപ്പിച്ചുകൊണ്ടും 2024-2025 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സാധനം സമർപ്പിച്ചുകൊള്ളുന്നു.